സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉംറ വിസക്കാർ വാക്സിനേഷൻ എടുക്കണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വിമാന കമ്പനികൾ ഉൾപ്പെടെയുള്ള സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളിൽ സർവീസ് നടത്തുന്ന എല്ലാ കമ്പനികൾക്കും ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ സർക്കുലറും അയച്ചു. വിസയുള്ളവർ അല്ലെങ്കിൽ വിസ തരം പരിഗണിക്കാതെ ഉംറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ആവശ്യമായ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വിമാന കമ്പനികൾ ഉറപ്പുവരുത്തണമെന്ന് സർക്കുലറിൽ പറയുന്നു. നൈജീരിയ, മെനിഞ്ചൈറ്റിസ് അടക്കമുള്ള ആവശ്യമായ മുഴുവൻ വാക്സിനുകളും യാത്രക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആരോഗ്യ മന്ത്രാലയം വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള ആരോഗ്യ വ്യവസ്ഥകൾ പാലിക്കാനും ഉംറ വിസയിൽ സൗദിയിലേക്ക് വരുന്ന യാത്രക്കാരെയും ഉംറ നിർവഹിക്കാൻ ആഗ്രഹിച്ച് മറ്റ് വിസകളിൽ സൗദിയിലേക്ക് വരുന്നവരെയും വിമാന കമ്പനികൾ നിർബന്ധമായും അറിയിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സായി നിജപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് UAE ക്യാബിനറ്റ് പുതിയ വ്യക്തി നിയമം പുറത്തിറക്കി. കുടുംബ സ്ഥിരതയിലും അവകാശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുതിയ വ്യക്തിഗത നിയമം സമൂഹത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത്. പുതിയ നിയമം സാമൂഹിക ഐക്യം, കുടുംബ സ്ഥിരത, കുടുംബ അസ്തിത്വത്തെ സംരക്ഷിക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊന്നൽ നൽകുന്നു. നിയമപരമായ വിവാഹപ്രായത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന നിയമത്തിൽ പങ്കാളി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടാൽ വിവാഹമോചനം എന്നിവ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ അലവൻസുകൾ നൽകുന്നതിനെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നു. രക്ഷാകർതൃ ദുരുപയോഗം, അവഗണന അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ എന്നിവ തടയുന്നതിനായി പിഴകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്ന വ്യക്തികൾക്ക് ആവശ്യമായ പരിചരണമോ സാമ്പത്തിക സഹായമോ നൽകുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് തടവോ അല്ലെങ്കിൽ 5000 മുതൽ 10,000 വരെ ദിർഹമോ പിഴ ഈടാക്കുകയും ചെയ്യും. മാതാപിതാക്കളെ അധിക്ഷേപിക്കുന്നതിനും ഇനി മുതൽ പിഴ ലഭിക്കും. വിദേശികളുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കാൻ കുവൈറ്റ് ഒരുങ്ങുന്നു. രാജ്യത്ത് എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായാണിത്. വിദേശികൾ, സന്ദർശകർ എന്നിവരുടെ റെസിഡൻസി ഫീസ്, സർവീസ് ചാർജ് വർധനവ് ഉൾപ്പെടെയുള്ള നടപടികൾ പരിശോധിച്ചു വരികയാണെന്നും ധനകാര്യമന്ത്രിയും നിക്ഷേപ സഹമന്ത്രിയുമായ നൂറ അൽഫാസം വ്യക്തമാക്കി. രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ഈ മാസം മുതൽ വരുമാനത്തിന്റെ 15% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി പ്രതിവർഷം 2.5 കോടി ദിനാർ സർക്കാരിന് വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ധനകാര്യമന്ത്രി വ്യക്തമാക്കി. കുവൈറ്റ് പൗരന്മാർക്കോ പ്രാദേശിക ബിസിനസ്സുകൾക്കോ നിലവിൽ നികുതി ഏർപ്പെടുത്തില്ല. പകരം സംസ്ഥാന ബജറ്റ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വിദേശികളുടെ ഫീസ് വർധനവിനുള്ള നീക്കം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുക, നിക്ഷേപം ആകർഷിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് കുവൈറ്റ് പിന്തുടരുന്നതെന്നും അൽഫാസിൻ കൂട്ടിച്ചേർത്തു. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടക നിരക്ക് വർധനവിന് കാരണം വലിയ വിമാനങ്ങൾക്കുള്ള നിയന്ത്രണം. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പുറപ്പെടാൻ 40,000-ഓളം രൂപ അധികം നൽകണം. 1,25,000 രൂപയാണ് കരിപ്പൂരിൽ നിന്നുള്ള നിരക്കായി എയർ ഇന്ത്യ ടെൻഡറിൽ രേഖപ്പെടുത്തിയത്. അതേസമയം കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നും സൗദി എയർലൈൻസ് 86,000 മുതൽ 87,000 രൂപ വരെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വലിയ വിമാനങ്ങൾക്കുള്ള വിലക്ക് മൂലം കരിപ്പൂരിൽ നിന്നുള്ള സർവീസിന് സൗദി എയർലൈൻസ് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം കരിപ്പൂരിൽ നിന്നും 1,60,5,000 രൂപയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് നിരക്കായി നിശ്ചയിച്ചിരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് 1,21,000 രൂപയാക്കി കുറച്ചു. ഇത്തവണ 4,000 രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ഈടാക്കുന്നത്. ടിക്കറ്റ് നിരക്കിൽ കാര്യമായ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സൂചന. 400ഓളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സൗദി എയർലൈൻസിന്റെ വലിയ വിമാനമാണ് കൊച്ചിയിൽ നിന്നെങ്കിൽ 180 പേരെ ഉൾക്കൊള്ളുന്ന എയർ ഇന്ത്യയുടെ ചെറിയ വിമാനമാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുക. കരിപ്പൂരിൽ നിന്നും ജിദ്ദ, മദീന വിമാനത്താവളങ്ങളിലേക്ക് 5 മണിക്കൂറോളം ഇടത്താവളമില്ലാതെ വിമാനങ്ങൾക്ക് പറക്കേണ്ടി വരുന്നതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരുടെ എണ്ണം 155ആയി കുറച്ചാണ് പുറപ്പെടുക. ഇതും വിമാന ഇന്ധനവിലയിലെ വ്യത്യാസവും സൗദിയും എയർ ഇന്ത്യയും തമ്മിലെ നിരക്ക് വ്യത്യാസത്തിന് കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2020 ഓഗസ്റ്റ് 7-ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ തകർന്ന് 21 പേർ മരിച്ച ദുരന്തത്തിന് ശേഷം കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് വിലക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് എയർ ഇന്ത്യ, സൗദി എയർലൈൻസ്, എമിറേറ്റ്സ് എയർ എന്നിവയുടെ വലിയ വിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്നും ഹജ്ജ് സർവീസ് നടത്തിയിരുന്നത്.
UAE-യിൽ ഈ വർഷം ശമ്പള വർധനവുണ്ടായേക്കുമെന്ന് സർവേ. എല്ലാ വിഭാഗങ്ങളിലും കുറഞ്ഞത് 4% ശമ്പള വർധനവാണ് വിവിധ രാജ്യാന്തര സർവേകൾ പ്രവചിക്കുന്നത്. ജീവനക്കാരിൽ 5-ൽ ഒരാൾ ശമ്പള വർധനവ് ആവശ്യപ്പെടുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. വനിതകളിൽ 46% പേർ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുമ്പോൾ പുരുഷന്മാരിൽ ഭൂരിഭാഗവും കൂടുതൽ ബോണസ് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. രാജ്യത്തെ മൊത്തം പ്രവാസികളിൽ 2/3 ഭാഗവും ഈ വർഷം ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയിലെ വിദേശ തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ ഇഖാമയ്ക്ക് കുറഞ്ഞത് 30 ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട്സ് അറിയിച്ചു. ഇനി തൊഴിലാളിയുടെ ഇഖാമയുടെ കാലാവധി 30 ദിവസത്തിൽ കുറവാണെങ്കിൽ തൊഴിലാളിക്ക് ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കണമെങ്കിൽ തൊഴിലുടമയും കുടുംബനാഥനും ഇഖാമ പുതുക്കണമെന്നും ജവാസാത്ത് ആവശ്യപ്പെട്ടു. രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റിട്ടേൺ വിസകൾ നീട്ടാൻ കഴിയുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പ്രവാസിയുടെ ഐഡിയുടെ കാലാവധി 30 ദിവസത്തിൽ കൂടുതലും 60 ദിവസത്തിൽ കുറവുമാണെങ്കിൽ ഫൈനൽ എക്സിറ്റ് വിസ ലഭിക്കുമെങ്കിലും വിസയുടെ കാലാവധി ഇഖാമയുടെ ശേഷിക്കുന്ന സാധുതാ കാലയളവിലേക്ക് മാത്രമായിരിക്കും. ഇഖാമയുടെ കാലാവധി 60 ദിവസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ 60 ദിവസത്തെ കാലാവധിയുള്ള ഫൈനൽ എക്സിറ്റ് വിസ നൽകുമെന്നും ജവാസാത്ത് അധികൃതർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവന പ്ലാറ്റ്ഫോമായ അബ്ഷിർ ബിസിനസ് വഴിയും മുഖീം പോർട്ടൽ വഴിയും തൊഴിലുടമയ്ക്കും കുടുംബനാഥനും അവരുടെ തൊഴിലാളികൾക്കും അവരുടെ തൊഴിലാളികളുടെ ആശ്രിത കുടുംബാംഗങ്ങൾക്കും ഫൈനൽ എക്സിറ്റ് വിസ നൽകാമെന്നും ഈ ഇലക്ട്രോണിക് സേവനം സൗജന്യമാണെന്നും യാതൊരു ഫീസും നൽകാതെ തന്നെ ഇതിന്റെ പ്രയോജനം നേടാമെന്നും ജവാസാത്ത് കൂട്ടിച്ചേർത്തു. അതിനിടെ സൗദി അറേബ്യയ്ക്ക് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെയും വിസ നീട്ടാനും ആശ്രിതരുടെ താമസാനുമതി പുതുക്കാൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രവാസികൾക്കേറെ പ്രയോജനകരമാകുന്ന തീരുമാനമാണിത്. രാജ്യത്തിന് പുറത്തുള്ള പ്രവാസി ആശ്രിതരുടെയും വീട്ടുജോലിക്കാരുടെയും താമസാനുമതി പെർമിറ്റുകൾ പുതുക്കാനും ഇനി മുതൽ കഴിയുമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടിനെ ഉദ്ധരിച്ച് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൂടാതെ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ പ്രവാസികൾക്ക് അവരുടെ എക്സിറ്റ് റിട്ടേൺ വിസകൾ നീട്ടാം. നിശ്ചിത ഫീസ് അടച്ച ശേഷം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള പ്ലാറ്റ്ഫോമായ അബ്ഷിർ വഴിയും മുഖീം പോർട്ടൽ വഴിയും ഗുണഭോക്താക്കൾക്ക് ഈ വിസ പുതുക്കൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും ഡയറക്ടറേറ്റ് കൂട്ടിച്ചേർത്തു. ദുബൈയിലെ ആദ്യത്തെ പറക്കും ടാക്സി വെർട്ടിപോർട്ടായ ദുബായ് ഇന്റർനാഷണൽ വെർട്ടിപോർട്ട് DXV എന്ന പേരിൽ ഇനി അറിയപ്പെടും. ഇത് ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് സമീപത്താണ് പ്രവർത്തിക്കുക എന്നും UAE-യുടെ വ്യോമയാന അതോറിറ്റിയായ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യക്തമാക്കി. UK ആസ്ഥാനമായുള്ള അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ സ്കൈ സ്പോർട്സ് ആദ്യഘട്ടത്തിൽ വികസിപ്പിക്കുന്ന 4 എയർ ടാക്സി വെർട്ടിപോർട്ടുകളിൽ ആദ്യത്തേതായ DXVക്ക് ഏവിയേഷൻ അതോറിറ്റിയിൽ നിന്നും ഡിസൈൻ അംഗീകാരം ലഭിച്ചതായി അധികൃതർ പറഞ്ഞു.